ആംബുലൻസിൽ പോവായിരുന്നു. പിന്നെ ബോബെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബെ പാർട്ടിയെ കുറിച്ച് പറഞ്ഞു. നിന്നെ കുറിച്ച് എല്ലാരും ജമാല് വിളിച്ചിട്ട് പറയുന്ന, മറ്റേതും വിളിച്ചിട്ട് പറയുന്ന, UK ടോം വിളിച്ചിട്ട് പറയുന്ന എന്താണ് പരിപാടി? ഞാനാണോ? ഞാൻ അന്നൊരു സിറ്റി വന്നപ്പോ EVX ഇല്ലേ? ഒരു മിനിറ്റ്, ഡ്രസ് ഇടാം. ഇനി ഒന്ന് പറഞ്ഞാണ് ബോബെ, ഇനി ഹോസ്പിറ്റലിൽ പോണോ? ഇയാൾ എന്തു മാപ്പിള? ഞാൻ കാര്യം പറഞ്ഞേക്കാം, ചെറുക്കനെ പിടിച്ച് കമ്മ്യൂണിറ്റി സർവീസ് വിട്ട് ഞാൻ അങ്ങനെ ഇവിടെ വന്നിട്ട് ഇത് ചുമ്മാ ഇങ്ങനെ സമയം കളയില്ല കേട്ടോ. ഓ, അയാള് ഡ്യൂട്ടി എടുക്കും, കാരണം ഗായത്രി ഉണ്ടായിരുന്നല്ലോ. ഇയാളെ കണക്കൊരു മുതുകോഴി. പിന്നെ എടോ കാറിന്റെ ഡോറൊക്കെ പറഞ്ഞു പോയോ കേട്ടോ. ഇയാൾ സാബുക്ക് ഒരു ഗിഫ്റ്റ് ചെയ്താന്ന് ഇത്. അല്ല, സംഭാവനയായിട്ട് വല്ല തന്ന കാറ് വന്നോന്നേ. കാരണം അയാള് തരുന്ന കാറിനൊന്നും ഡോറില്ല. അവിടെ പോയിട്ട് ഓൺ ഡ്യൂട്ടി. കാണിക്കുന്നുണ്ട്. പണ്ടൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ അങ്ങ് ആയില്ലേ. കേറിട്ട് എന്തോ കാണിക്കാനാണ്. റേഡിയോ നമ്പർ വണ്ടിയുടെ ഡോറൊക്കെ പറഞ്ഞു പോയായിരുന്നു. കേറി. ഇതെന്തൊരു കഷ്ടം. മാപ്പിള സാറേ, പുള്ളിക്ക് എന്തുവാ ബോബേ നിന്റെ പ്രശ്നം? ഡ്യൂട്ടി ഇടാ ബോബേ. ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി ബോബേ. വില കൂടിയതാന്ന് തോന്നുന്നു, കിളക്കം കണ്ടിട്ടേ. എടാ ബോബേ, നീ എന്തൊക്കെ അതിന് തൂക്കി എടുത്തിട്ടാലും ഞാൻ കൊണ്ടുപോകും. സോ നിന്റെ അഭിനയമൊക്കെ നിർത്ത്. വാ, ഡ്യൂട്ടി ഇട്. മേലനങ്ങി ഒരു പണിയും ചെയ്യാതെ വെള്ള ഷർട്ടും മുണ്ടും എടുത്തോണ്ട് വന്നൊരു പാർട്ടിയും തുടങ്ങി. ഓൾട്ട് നെക്കിയിട്ട് എന്റെ പൊന്ന മാപ്പിള, ഇതൊക്കെ ആര് മാപ്പിള? ഓജസ് ഗജീന്ദ്രൻ, ഗാന്ധി മഹാൻ ഹെലി, ബ്ലേഡ് ഷാജി, ആകെപ്പടന്ന് വായിക്കാൻ കൊള്ളുന്നൊരു പേര് രാമു. ഒരുമിച്ചാണ് വർക്കിന് പോകുന്നത്. റേഡിയോ 2 വണ്ടി അടിച്ചോണി. യൂസർ 15 പേര് മാറ്റാൻ മാപ്പിള സാറേ. മറ്റേ ബോബ് ഇവനെ തന്നെ എനിക്ക് താങ്ങാൻ പറ്റും. ഇനി മന്ദാരത്തിനും കൂടെ വിളിച്ച് വണ്ടിക്കകത്തിരുത്തി കഴിഞ്ഞാൽ 3 പേർക്കേ പോകാൻ പറ്റത്തുള്ളൂ, 4 പേർക്ക് പോകാൻ പറ്റത്തുള്ളൂ, 3 പേർക്കേ പോകാൻ പറ്റത്തുള്ളൂ. ജോക്കി, റേഡിയോയുടെ കളർ ഒന്ന് വൈറ്റ് ആക്കണേ. റേഡിയോയുടെ കളർ വൈറ്റ് ആക്കണം? ബോബെ, അങ്ങനെ ഇടാൻ പറ്റത്തില്ല. BVK ഇത് വേറെ റേഡിയോ. എന്റെ പൊന്നു ബോബെ, എന്തുവായി കാണിക്കുന്നേ ബോബെ? BVK അതെന്തോന്ന്? BVK ബോബ് സ്റ്റാർ വെട്രി കഴപ്പനോ? ഇവിടെ JJP ഉണ്ടല്ലോ, ജോക്കി ജനതാ പാർട്ടി. ഓ, ജോക്കർ ജനതാ പാർട്ടി. ബോബേ നിന്നെ ഞാനൊരു എതിരാളിയായിട്ട് കണ്ടിട്ടില്ല, മനസ്സിലായോ? ഓ അതെ. സഹോദര സ്നേഹം കൊടുത്തപ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ കാണണോ ഇനിയും? പിന്നെ പിന്തുണയാണ്, മനസ്സിലായോ? മറ്റേ ആ സീറ്റ് ഇല്ലാതെ മറ്റേ സത്യപ്രതിജ്ഞയുടെ ഒന്ന് പറഞ്ഞേടാ. ഇതാണ് ചെറുക്കൻ, ഇതാണ് ഓൺ ഫയർ ആണ് ആക്ച്വലി. ബോബേ, നിനക്ക് ഏത് പദവിയാണ് ബോബേ നീ ആഗ്രഹിക്കുന്നത്? ആഭ്യന്തരം. ഇത് പാർട്ടി രൂപപ്പെട്ട ഒരു കഥയൊന്ന് പറയാമോ ബോബേ നീ? കഴിഞ്ഞ 3 days ആയിട്ട് സിറ്റിയില് പാവങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിരിക്കുന്നേ.
അല്ല കഥ പറയുമ്പോ അങ്ങനത്തെ ഒരു ഫ്ലോ ഉണ്ടല്ലോ. ആ ആ പാവങ്ങളുടെ ഞാൻ നല്ല ഇടയിലാണ് വൈബ് ഉള്ള ഞാൻ ഏതെങ്കിലും മനസ്സിലായത്. സ്ഥലത്ത് കൊണ്ടോ എടോ നമ്മൾ ജോലി എടുക്കാനാണോ ഇത് എന്ത് ആ പോകുന്ന വഴിയിൽ ബോഡിയും എടുക്കാം ഇതെന്തൂടെ ഇസഡിനൊക്കെ റെസ്പോണ്ട് ആവാത്തെ? ബോബെ നമ്മുടെ ഈ മാപ്പിനകത്ത് കാണുന്ന ചുവന്ന 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 കുരിശുകൾ കണ്ടോ? എല്ലാ റെസ്പോണ്ടും കൊടുക്കല്ലേ? ഈ കുരിശിനോട്ടാണ് നമ്മൾ പോവേണ്ടത്. അവിടെ നിൽക്കുന്ന സമയത്ത് ഓനെ കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു കുരിശിലോട്ടൊന്ന് പോയാ പാപ്പ. ഇപ്പൊ റെസ്പോണ്ട് ചെയ്തില്ല അങ്ങോട്ട് പറ ഞാൻ റെസ്പോണ്ട് ചെയ്തു. അവിടെ യൂണിറ്റ് ഉണ്ട്. ഉണ്ടോ? എന്നാ ഇനി അടുത്ത റെസ്പോണ്ട് ചെയ്യാം. സാൻഡി ഘടകത്തിലേക്ക് പോവാം. ചേട്ടാ ഇത് കുറച്ച് നാളായിട്ടാ ഓൾറെഡി തുടങ്ങിട്ട്. എന്നിട്ട് ആരൊക്കെ ഉണ്ട് ഇപ്പൊ പാർട്ടിയില് സംഘാടകർ എന്നുള്ളേക്ക്? എന്റെ ഒരു അറിവില് എനിക്കൊരു മീഡിയ ടീം തന്നെ ഉണ്ട് എന്റെ കൂടെ. മീഡിയ ടീമിന്റെ പേരെന്താ? ഭാസ്കർ. ഭാസ്കറിന്റെ എന്റെ റൈറ്റ് ഹാൻഡാ. ആറ്റുകാരല്ലേ? ആറ്റിയാൽ ഭാസ്കർ അല്ലേ? മറ്റേ ഊശാന്താടിയുള്ള ഒരുത്തൻ. ഭാസ്കറിനെയൊക്കെ ഞാൻ പൊക്കി. ഭാസ്കറിനെയൊക്കെ ഞാൻ പൊക്കിന്നല്ലേ? ഒരു മിനിറ്റ്. അല്ല ബോബേ, ആ ന്യൂസ് ടീം മൊത്തം നമ്മുടെ ന്യൂസ് ടീം മൊത്തം നമ്മുടെ ന്യൂസ് ചാനലേ നമ്മുടെ. ഹെഡിലിരിക്കുന്ന ജോൺസിന്റെ എല്ലാം നമ്മുടെ. ആറ്റുകാൽ ഭാസ്കറിനെ പൊക്കി. നിങ്ങൾ ആരെങ്കിലും റേഡിയോ പറഞ്ഞു അറ്റൻഡിങ് 1010 അറ്റൻഡിങ് 1010. അറ്റൻഡിങ് 1010. അല്ല ഇത് ഈ ഫ്രണ്ടിൽ കാണുന്നതാണോ 1010? ഈ റേഡിയോയിലുള്ള ഇത് അന്നൊരു കാര്യം അറിയണോ? 1010 അല്ല ഇത് എടാ ബോട്രിക്സ് ഒന്ന് നിർത്തടാ. ബോട്രിക്സ് ഒന്ന് നിർത്തടാ. ആ അതായത് പോകട്ടെ പോകട്ടെ. കന്നിപ്പൊക്കൽ എന്താ ചെയ്യണ്ട? ഓൾട്ട് നെക്കിയിട്ട് മറ്റേ റിവൈവ് 8 റിവൈവ് ലാക്ക് ഓഫ് എന്തോ റിവൈവ്. ഇനി കിട്ടും സാധനം തന്നല്ലോ. പുള്ളിക്കാരൻ തരുമ്പോ അത് റിവൈവ് ആവും. ഇല്ലില്ല. റേഡിയോ പറയട്ടെ, ഇവിടെ പറഞ്ഞാൽ മതി. ഇല്ലില്ല. അയ്യോ സോറി ടീമേറ്റ്. സോറി ഗാന്ധി. എടാ നീ അയാളെയാണ് പിടിക്കുന്നത്, അയാളെ നിന്നെയല്ല പിടിക്കുന്നേ. പ്രൊസീജിയറില്ലേ? നന്ദി രേഖപ്പെടുത്തണം. പിന്നെ ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മളെയൊക്കെ ഒന്ന് വോട്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മെ ചിഹ്നം ബോബെ ബിവിക്കയുടെ ചിഹ്നം എന്തുവാടാ? നാളെ സമ്മേളനം ഉണ്ട് കേട്ടാ. കൊടിയൊക്കെ വരുന്നേ ഉള്ളൂ. ബ്രോ ഒരു മിനിറ്റ് ബ്രോ. ഇപ്പൊ പൊക്കിയപ്പോ എത്ര രൂപ പിടിച്ചു ബ്രോയുടെ പൈസ? 6 സംതിങ്. നമ്മളൊരു പുതിയ പാർട്ടി വരുന്നുണ്ട് ബ്രോ. 30,000 രൂപയ്ക്ക് ഇനി ഒരു പാവപ്പെട്ടവനും ഇനി മരിക്കാൻ പാടില്ല. പാവങ്ങൾക്ക് ചാവട്ടെ ബ്രോ. ഇപ്പൊ ഇവിടെ പാവങ്ങൾക്ക് ചാവട്ടെ. ബോബെ മതി ഫ്രീ തരാം. ഫ്രീ ഹീലൊക്കെ തരാം. കൊടുക്കാനുള്ള സാധനം ഇല്ല. കിട്ടിയേ. എടാ ഇതിനകത്ത് കേറിയിട്ട് ഈ ഫ്രീ ഹീലൊക്കെ എന്തുവാ ബോബെ നീ കാണിക്കുന്നേ? ബോബെ നിന്റെ മാനിഫെസ്റ്റോ എന്താണ് ബോബെ? മാനിഫെസ്റ്റോ ആണ് ചേട്ടാ യൂത്തിനെ അങ്ങ് ഇളക്കിയത്. കാര്യം ഞാൻ പറയാലോ. യൂത്ത് ഇപ്പൊ ഇളകി നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഫ്രീ മദ്യം, പുരുഷന്മാർക്ക് പമ്പിൽ എണ്ണ ഫ്രീ. അപ്പൊ പിന്നെ പമ്പില് ബിസിനസ് എങ്ങനെ നടക്കും? എക്കണോമി എങ്ങനെ മാനേജ് ചെയ്യും ബോബെ? ഒരു പമ്പ് അവിടെയാണ് സാബ് തൂങ്ങണല്ലോ ബ്രോ. അവിടെയാണ് എന്റെ കളി. എന്റെ ബ്രെയിൻ അവിടെയാണ് വർക്ക്. സിറ്റിയിലെ എല്ലാ പമ്പിലും നമ്മൾ ഫ്രീ കൊടുക്കുന്നില്ല. ഒരു പമ്പിൽ ഫ്രീ. ആ പമ്പിൽ മാത്രമേ ആള് പോത്തുള്ളൂ. അപ്പൊ ഇല്ലില്ല, അവിടെ എപ്പോഴും തിരക്കായോണ്ട് അവിടെ ആൾക്കാർ കുറെ. ഒരു മിനിറ്റ്, എന്നെ ആരോ വിളിക്കുന്നത്. ഞാൻ എടുത്തുപോയി. ഇനി എടുത്തു കാര്യം പറഞ്ഞു. എന്നിട്ട് മനസ്സിലല്ലേ? ഇനി അടുത്തത് പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഓരോ റേഷൻ കാർഡിനും 3 കിലോ ജോയിന്റ് വെച്ച് റേഷൻ കാർഡ് 3 kg. കയ്യിലായി മനസ്സിലായി. കയ്യിലായി. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു സാധനം, 3 ലക്ഷം രൂപ എന്തിനാണ് ഒരു റിവൈവിന്? അതങ്ങ് മാറ്റി 30,000 രൂപ തുച്ഛമായ വില. നല്ല മാനിഫെസ്റ്റോ വേണം. ജോലിക്ക് കയറത്തില്ല, അവര് സമരത്തിന് ഇറങ്ങും. ഇത് കൊറേ പ്രശ്നമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. അല്ല ഇതെന്താണെന്നറിയാവോ? ഇത് മേയർ എന്ന രീതിക്ക് ഞാൻ ജയിച്ചോളാം. ഇവനെ ഞാൻ നടത്തിക്കോളാം. ബോബിന് ഏതായിരുന്നു സ്ഥാനം വേണ്ടേ? ആഭ്യന്തരം. ചേട്ടാ ഞാൻ നോക്കുന്നത് സെൻട്രലാണ്.
അത് തരാം. ആഭ്യന്തരം എന്ന് പറയുമ്പോൾ ബോംബിന്റെ അടിയിലായിരിക്കും ഭരത് സാർ. അതെ, ഒന്ന് ആലോചിച്ച് നോക്ക് ബോബെ ഈ ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞ് ഞാനും നീയും ജയിച്ച്, ഇപ്പൊ ഞാൻ ജയിച്ചില്ലെങ്കിൽ തന്നെ നിന്റെ പാർട്ടിയുടെ വോട്ട് എന്റെ പാർട്ടിയിലെ വോട്ട് വന്നു കഴിഞ്ഞ് ഞാൻ മേയറായെന്ന് വെച്ചോ, നിനക്കൊരു ആഭ്യന്തരം തന്നു കഴിഞ്ഞാൽ ഭരത് സാറൊക്കെ നിന്റെ അണ്ടറിലാണ്. അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഓ എല്ലാം, ഫിനാൻസ്, പോലീസ് എല്ലാം. ചേട്ടാ ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ അധികാരമോഹിയല്ല. പിന്നെ ചാണ്ടി ഗവൺമെന്റ് അവസ്ഥ. സോറി അല്ല, പിന്നെ ഞാനൊരു അധികാരമോഹി അല്ല. പിന്നെ ജനങ്ങൾക്ക് വേണ്ടി നമ്മള് കേറണ്ടേ? ബോബെ നീ ഗാംഗോസിൽ കേറിയിട്ടില്ലല്ലോ. ഇതാണ് മറ്റേ ചൈനീസ് ടെമ്പിളാ ഇത്, ചൈനീസ് ടെമ്പിൾ. അതെ അതൊന്ന് കേറട്ടെ, എന്റെ പൊന്നെ മാപ്പിള ഒന്ന് കേറട്ടെ, കണ്ടിട്ടില്ല ഇതുവരെ. ഇവിടെ ഒരു കേസ് ഉണ്ട്, ഞാൻ ഇവിടെ അറ്റൻഡ് ചെയ്തായിരുന്നു. ഒന്നും കൂടെ നമുക്കൊന്ന് കേറാൻ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് അവര് മുതുക്കുന്നല്ലേ പറഞ്ഞേ? നിങ്ങൾക്ക് എത്ര വയസ്സായി? ഞാൻ 52, ജോക്കി 51. ഞാൻ 51. താനൊക്കെ പറഞ്ഞാൽ മതിയോ? എനിക്ക് 33. early 30s. എടോ താൻ ഈ ഇപ്പോഴും കുഴിയിലോട്ട് കാല് എണ്ണി മറ്റേ കുഴിയാനെ എണ്ണി ഇരിക്കുന്ന തന്നെയൊക്കെ ഞാൻ എന്തൊരു പറയണ്ടേ? ഞാൻ മാത്രമേ ഇവിടെ 18 മുകളില്. പീഡി അടിപൊളിയാണ്. പിന്നെ ഇത് എന്റെ അണ്ണന്മാരാണ്. ഇതാണ് അപ്പൊ അണ്ണന് വോട്ട് തരണം കേട്ടോ. കുട്ടി ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞോണ്ടിരുന്ന വോട്ട് ചിഹ്നം അത്രേ ഉള്ളൂ. കുട്ടിയുടെ പേരെന്തായിരുന്നു കുട്ടി? ഐഷ. അപ്പം പീഡിയിലാണോ ഐഷ? ഐഷ അപ്പം വോട്ടൊക്കെ തരണം കേട്ടോ. പേര് ജോക്കർ. ടിവിയിലുള്ള തന്നെ. എടാ എന്തുവാടാ എന്നെ കാണണോന്ന് പറഞ്ഞ ജുഗ്രു? അല്ല നീ ഏതാ ജുഗ്രു? നീ ഏതാ? എടാ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഇവന്മാരൊക്കെ ഇവന്മാർക്കൊക്കെ എന്നെ കാണണോന്ന് പറഞ്ഞ് വിളിച്ചിട്ട്, എടാ ഞാൻ മുതുക്കൊണ്ടടാ, നീയൊക്കെ എവിടാടാ? ഞാൻ ഇറങ്ങി കേട്ടോ, ഭയങ്കര മുതുക്കുണ്ട് ഞാൻ. ഞാൻ റിപ്പയറിന്റെ താഴെ നിൽപ്പുണ്ട്. എന്താണ് കാണണമെന്ന് പറഞ്ഞത്? ഇതിനൊക്കെ പെട്ടെന്ന് ഇത്ര സ്നേഹം? അവിടെ ഇരുന്ന് മൈക്ക് ഓഫ് ആക്കിട്ടിരുന്ന് കാര്യത്തിലിരുന്ന് എന്തോ പറയണേട്ടാ. ബോബോ എണ്ണം പറയുവാ. മറ്റേ ബോബിനെ കൊറേ ഇപ്പൊ അങ്ങനെ വിളിക്കണം. ബോബിനെ കൊറേ കിളവന്മാര് ചേർത്ത് പണിയെടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ബോബിനെ ഹലോ കേക്കാം. അണ്ണനെയാണ് പറഞ്ഞ കിളവന്മാരെന്ന്. ഒരു കൂട്ടം പ്രായമായവര് ബോബിനെ പണിയെടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ബോബിനെ നമ്മള് അവിടുന്ന് രക്ഷിക്കണമെന്നൊക്കെയാ ബോബി പറയുന്നു. അതിന് ഞാൻ ചാവണം. അപ്പൊ ഉടനെ ബോബോയ് എന്തുവാടാ? ഏത് കൈവക്കടാ? എന്തുവാടാ നീ പറഞ്ഞേ? എന്തോ ബോബിനെ ആര് കൊണ്ടുപോയെന്നാ പറഞ്ഞേ? ഒരു കൂട്ട കളവന്മാര് കൊണ്ടുപോയി. നീ പറഞ്ഞോടാ അങ്ങനെ? എടാ പോക്കണം കേട്ടവനെ. ഞാൻ ഒരു കാര്യം പറട്ടെ, കണ്ണാപ്പിയുടെ അണ്ടിയും താങ്ങി നടക്കാനല്ലാതെ ഈ പെൺപിള്ളാരെ തെറി വിളിച്ചോണ്ടിരിക്കാല്ലോ. നിനക്ക് എന്തേലും ഗുണമുണ്ടോടാ ഇവിടെ? അങ്ങനെയല്ല പറഞ്ഞ അണ്ണൂനല്ലെന്ന്. ബോബിനെ ഞാൻ വിളിച്ചപ്പോ ബോബ് എന്നോട് പറഞ്ഞ് അവിടെ ഒരു ലോഡ് വൃദ്ധന്മാരുടെ കൂടെ അവനെ ജോലിക്ക് കയറ്റാൻ പോണ. ബോബു പറഞ്ഞോടാ? ബോബെ കൈവൊക്കെ സിറ്റീസൺ ആണ് നീ. കൈവൊക്കെ യൂണിഫോമിൽ പിന്നെ ഞാനും അല്ലല്ലോ. ലോജിക്കേറ്റ് പോയി. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ഇവൻ BVK എന്നൊക്കെ പറഞ്ഞ് പാർട്ടി തുടങ്ങിയെങ്കിലും ബോബെ അതങ്ങോട്ട് പറയടാ. ബോബെ ഞാൻ പിന്തുണക്കണത് JJP അല്ലേ? JJP നമ്മളെ പാർട്ടിക്ക് പേരൊന്നും ഇട്ടിട്ടില്ല. നമ്മളെ പേട്ടയ്ക്ക് പല പാർട്ടിക്ക് പേരൊന്നും ഇട്ടിട്ടില്ല. അത് വിട്. എന്നെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതി. വേണ്ട താല്പര്യമില്ല. ഇല്ല വേണ്ട മോനെ എന്നെ പിന്തുണയ്ക്കുന്നു പറയടാ.
അണ്ണു ഇവിടെ ഞാൻ ചോദിച്ചപ്പോ എല്ലാ വെട്രി കലകത്തിനാണ് വോട്ട് കൂടുതലെന്നാണ് ഞാൻ അറിഞ്ഞു. എടാ വെട്രി കനകത്തിന് വോട്ട് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാ അടിച്ചു പോയോ? വെട്രി കലകത്തിനാണ് ഏറ്റവും വോട്ട് കൂടുതലെന്ന് ഞാൻ അറിഞ്ഞത്. എടാ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞ സാധനം വരണം. അങ്ങനെ ഒരു സാധനം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അണ്ണു അതെന്താന്ന് വെച്ചെന്നറിയോ, ഞാൻ അണ്ണന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. ഞാനങ്ങ് യൂത്തിനെ കയ്യിലെടുത്തത്. നീ യൂത്തിനെ കയ്യിലിടറാ. യൂത്തൊക്കെ കേറി അണ്ണു യൂത്തിനെ കൈയെടുത്ത് എങ്ങനെയായിരുന്നു? അറിയാം. മാനിഫെസ്റ്റോ പറഞ്ഞായിരുന്നു. പറഞ്ഞിരുന്നല്ലേ? മാനിഫെസ്റ്റോ പറഞ്ഞായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോടാ രായ, ഇലക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം വരുത്തില്ല. അതാണ് പ്രശ്നം. ആണല്ലേ? പെണ്ണില്ലാത്തവൻ എന്താ ഗുണം? അണ്ണന് ആവശ്യമില്ലാതെ മോട്ടിവേഷൻ. എടാ രായ, ഞാനൊരു കാര്യം പറയട്ടെ രായ. എടാ ഞാനിപ്പോ ഒരു ഇലക്ഷന് മറ്റേ തോറ്റെന്ന് വെച്ചോ, ഞാൻ ഇപ്പം ഒരു 3-ാം സ്ഥാനത്തായി. പക്ഷെ എനിക്ക് മേയറാവണമെങ്കിൽ ബോബിന്റെ ഇത്രയും സീറ്റ് കിട്ടിയാ പോരെ? സത്യം അത് മതി. ഉണ്ടായവരാണ് ഇതാവണത്. ഓ അപ്പൊ പിന്നെ നമുക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആവത്തില്ലയോ? ആണ്. പക്ഷെ അണ്ണ പാർട്ടി രണ്ടും വേറെയാണ്. എടാ അലയൻസ്. ഓ അലയൻസ്. ഓ അങ്ങനെ പരിപാടി. പിന്നെ കൈകോർക്ക ആൾക്കാരെ മണ്ടന്മാരാക്ക. ആൾക്കാരെ മണ്ടന്മാരാക്ക. പക്ഷെ ആയില്ല കേട്ടോ. എടാ ഇത് എഗെയിൻസ്റ്റ് നിനക്ക് തോന്നുന്നുണ്ടോ ജയിക്കുന്നു? അല്ല എനിക്ക് തോന്നല്ലോ അണ്ണയോട് ജയിക്കുള്ളൂ. കാരണം അണ്ണുവിന്റെ പ്രവർത്തനമാണ് പണ്ട് പോലെ ഉള്ളത്. യുവത്വ ഇതാണ്. ഇവൻ ചുമ്മാ കാണിക്കുന്നുണ്ടോ? ഇവന് പ്രാന്തങ്ങാണ്ടാന്ന് എനിക്ക് തോന്നുന്നു. യൂത്തിനെ പിടിക്കണ്ട. നമുക്ക് രായ നിന്റെ ഒരു സഹായം വേണം കേട്ടോ രായ. അണ്ണു പറഞ്ഞാൽ എല്ലാം റെഡി. യൂത്തിനെ പിടിക്കാനായിട്ട് കുറച്ച് പരിപാടി. യൂത്തിനെ പിടിക്കാൻ അണ്ണു കുറച്ചൊക്കെ നമ്മളെ പിള്ളേരെ കൂടെ സപ്പോർട്ട് ചെയ്താലേ. വോട്ട് ചെയ്യാൻ 10 കോടിയാ? എന്റെ പൊന്നു മോനെ, ഈ മണ്ടന്റെ വായിക്കും വിശ്വസിച്ചിട്ട് ഇവൻ 10 കോടിയൊന്നും തരാനൊന്നും പോകുന്നില്ല. എടാ ഈ ബോബിന്റെ കാമുകയല്ലോ ആണോ? 24 മണിക്കൂർ ആനെ മണപ്പിച്ചോണ്ട് നടക്കുന്നേ. ഇല്ല നമ്മള് വെട്രികാകത്തിന്റെ പ്രവർത്തകനാണ് ബോബോയ്. എടാ ഈ വെട്രിക്കഴകൊക്കെ അല്ല പ്രവർത്തിച്ചോടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ ജയിച്ചാലും ഞാൻ ജയിച്ചാലും നമ്മളെ ഓൾറെഡി അല്ലല്ല. ഞാനൊരു കാര്യം പറയട്ടെ. എടാ എനിക്കിപ്പോ ജയിച്ചിട്ട് സീറ്റ് കുറവാണെങ്കിൽ ബോബിന് ജയിച്ച സീറ്റും കൂടി ഇട്ട് ബോബിന് ഒരു സാധനവും കൊടുക്കുമെന്ന്. എടാ ഇവന് ആഭ്യന്തരം കൊടുത്തോണ്ടല്ലോ രായെന്ന് ആലോചിച്ച് നോക്ക്. ആഭ്യന്തരം കൊടുത്തു കഴിഞ്ഞാൽ ഭരത് സാറൊക്കെ ഇവന്റെ അടിയിൽ. പിന്നെ ഇത് ഇപ്പം അല്ല ബോബെ നീങ്ങി വന്നേ ബോബെ ഇങ്ങോട്ട് വന്നേ. ഡ്യൂട്ടി വന്നേ ജോണി മാപ്പിളെ അഞ്ചിൽ കൂടി ഇരിക്കാം. വാ വെള്ളമായിട്ട് വാട്ടോ നീ വെട്രികഴകെന്ന് പറഞ്ഞ തുപ്പി അറിയും മണിയാ. പണിയെടുത്ത് നീ അത് പറയോടാ. എടാ ബോബെ ഇങ്ങോട്ട് വന്നേ. അതൊന്ന് പാടിക്കടാ ബോബെ. അപ്പൊ മക്കളെ പോയിട്ട് വരാം. പിന്നെ നമ്മുടെ എന്റെ ഒക്കെ ഓൾറെഡി പാട്ട് ഫിക്സ്ഡ് ആണ്. സിറ്റിക്കകത്തൊക്കെ കറങ്ങി നടക്കോ ഇല്ലയോ? ഇല്ലില്ല ഞാൻ അതൊന്നും പാടത്തില്ല. അതൊക്കെ നമ്മള് ബാക്കിയുള്ളവർ അത് വേണ്ടി പാടത്തേ ഉള്ളൂ. ബാക്കടെ എടാ ഒന്ന് എടറാജ് ആരാ അപ്പൊ ഇതൊക്കെ? യൂത്ത് എന്ന് പറയാനായിട്ട് അളിഞ്ഞ ബോബോയ് മാത്രമേ ഉള്ളൂ. സ്പീക്കറുടെ യൂത്തായിട്ടൊരു പയ്യനെ സ്പീക്കർ കംപ്ലൈന്റ് ആണ് എന്റെ. എടാ കഴിവറാ മോനെ ബോബോയ്. എടാ നീ കണ്ണാപ്പിയുടെ ഷണ്ടനില്ലയോടാ? എടാ നീ കണ്ണാപ്പിയുടെ ഷണ്ടെന്നാണ് സിറ്റിയിൽ അറിയപ്പെടുന്നത്. മനസ്സിലായോ? നീ ഇത് ശ്വാസം കൊടുത്ത് രക്ഷിക്ക്. നീ ബൈക്കും കൊണ്ട് അൺകൺട്രോളബിൾ ആയല്ലോ. എടാ ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ ഇവന്റെ അടുത്തൊന്നും സംസാരിക്കാത്ത എന്താണെന്നറിയാവോ?
മനസ്സിലായി. ഇവനൊന്നും ബുദ്ധിയും ബോധവും ഇല്ലാത്ത പയ്യനാണ് ഇവനൊക്കെ. എന്തൊരു പറയാനാണെന്ന് പറയണേ. എന്നിട്ട് അവൻ തന്നെ അവനെ സ്വയമായിട്ട് വിളിക്കുന്നത് ഓറാ പോയിന്ന്. എന്തിനാ ഓറയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ ബൈക്കും കൊണ്ട് വന്ന് തൊലഞ്ഞതൊക്കെ ഉണ്ടായത്. സ്പീക്കർ സ്പീക്കർ സ്പീക്കർ. ആ മണിയാ പറടാ. ഒരു വോട്ട് പിടിക്കാനും ആ എടുക്കല്ലോ. പക്ഷെ ആധാർ കാർഡൊക്കെ ഉണ്ടാ? റേഷൻ കാർഡിലെങ്കിലും ഉണ്ടാ? മിസ്റ്റർ ഔറയോ? ഓറ തന്നെ ഓറ ഓറ. മിസ്റ്റർ ഔറേ? മിസ്റ്റർ ഔറ? മിസ്റ്റർ ഔറേ? ഔറ കൽക്കട്ടല്ലേ? ഞാൻ സംസാരിച്ചപ്പോ തന്നെ പിള്ളേർക്ക് കാര്യം മനസ്സിലായി. ഓറയല്ലേ മിസ്റ്റർ ഔറേ? എടാ അത് അന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് തുടങ്ങേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ് ബോബേ? ആദ്യം സിറ്റി സ്കൂൾ വേണം. ബോബോയ്ക്കൊന്ന് 5 പൈസ വിദ്യാഭ്യാസം. സ്കൂൾ ഓൾറെഡി ഉണ്ടല്ലോ, എലി വിദ്യാലയം. 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. ആദ്യം അവനെ എടാ എലി വിദ്യാലയം ഇവിടെ ഇരിക്കുമല്ലേ ബോബേ? കേലി വിദ്യാലയൊക്കെ ഞാൻ തരിച്ചാക്കും അടിച്ച്. ശരിക്കും പറഞ്ഞ ബോബ് ഒരു സ്കൂൾ കൊടുക്കണമെന്നാണ് എന്റെ ഒരു വിദ്യാലയം. തിരിയണ കണ്ട സ്കൂളിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേട്ടന്റെ പാർട്ടിക്ക് ഒരു പേര് വേണം. അത് പേരിടാം. ഞാൻ പാർട്ടിയായിട്ട് രൂപീകരിച്ചിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ രൂപീകരിക്കത്തേ ഉള്ളൂ. അയ്യോ ഈ ബോക്സർ വെറ്റിക്കൊക്കെ ഒരു പാർട്ടിയായിട്ട് ആ പേര് കേട്ടാ അറിഞ്ഞൂടെ? ഇൻഡിവിജ്വൽ ഒറ്റ നിക്കറ യവൻ എടാ ഈ ജോക്കർ വെട്രിക്കഴകെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇവനെ കോപ്പി അടിച്ചെന്ന് പറയും. ഞാൻ തന്നെ പറഞ്ഞു വരുത്തും. പിന്നെ ഇവൻ തന്നെ പറഞ്ഞു വരുത്തും. അത് കേട്ടോ. നമുക്ക് പാർട്ടി ഇടാം. എല്ലാരും പാർട്ടി തീരുമാനിച്ചു. ജോക്കി ആദ്യം ഇവിടെ ഇലക്ഷൻ ചോദിച്ചു വോട്ട് ചോദിച്ചെന്നാ ജോക്കിയാ. അതൊക്കെ അതേപോലെ തന്നെ പാർട്ടി അല്ലല്ല എന്റെ പൊന്നെ പാപ്പ, നമ്മള് പാർട്ടിയായിട്ട് ഇവിടെ നടത്തത്തില്ല, മനസ്സിലായോ? ഇവിടുത്തെ ഇലക്ഷൻ വരുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് ഇലക്ഷൻ നടത്തത്തേ ഉള്ളൂ. ഇൻഡിവിജ്വലായിട്ട് തന്നെ വോട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ കൂടെ ആൾക്കാർ വേണ്ടേ? അത് സ്വന്തം പേഴ്സണാലിറ്റി വെച്ചാണ് പിടിക്കണ്ടേ. അത് ഇപ്പൊ ഇല്ലാത്തത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ബോബുട്ടെ എന്നാ ഞാനൊരു നൈസ് നെയിം പറയട്ടെ. ആരും നോക്കിയത്തില്ല. JDP ഡെമോക്രാറ്റിക് പാർട്ടി എങ്ങനെയുണ്ട്? ജനങ്ങൾക്ക് വേണ്ടി ഒരു ജെഡിയുടെ കുപ്പിയും കൊടുക്കാം. കുപ്പി നമുക്ക് ഇതാക്കാം. നമുക്ക് യുവത്വത്തെ കയ്യിലെടുക്കാം. ഞാൻ തന്നെ 3 കിലോ എനിക്കിതൊന്നും കാണാനും ചിരിക്കാനും പയ്യ. JDP കൊള്ളാം കേട്ടോ. JDP കൊള്ളാം. ഇല്ലില്ല അതെങ്ങനെ കളിയാക്കും? എടാ BVK എന്ന് പറഞ്ഞത് ഇപ്പൊ ആൾക്കാർ BVK എന്നാ പറയുന്നത്, മനസ്സിലായോ? BVK എന്നാ പറയുന്നത്. BVK എന്നൊന്നും ആരും പറയുന്നില്ല. BVK. എടാ ഈ BVK എന്ന് പറയുമ്പോ നാട്ടുകാർ പറയില്ല ബോബിന്റെ BVK കുത്ത്. സത്യം ബോബിന്റെ BVK കുത്ത് സത്യം. എടാ ബോബിന്റെ BVK കുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർത്തം മാറിയില്ലേ? അതായിരിക്കണം കേട്ടോ. BVK ഇല്ല, BVK. എടാ എല്ലാരും കേക്കാം. ഒരു കാര്യം പറയട്ടെ. എടാ എല്ലാരും ബോബിന്റെ BVK കുത്തണേ. ബോബിന്റെ BVK കുത്തണേന്ന്. അവിടെ ഒന്നും കേക്കൂല. അവന്മാരെല്ലാം നമ്മളെ കൂടെയാണ്. ചിരിക്കൂലെന്ന്. നിങ്ങളെ ഹോസ്പിറ്റലിൽ ചെന്ന് പറയാം നമുക്കത്. ഒന്നാണ് ബോബോ ഉണ്ടോടാ അവിടെ? സുഖമായിട്ടിരിക്കുന്നോ? എടാ ബോബ് എതിരെ ഒന്നും അല്ല മത്സരിക്കുന്നേ. ബോബ് ഇനി പിന്തുണ നൽകാൻ വേണ്ടി മത്സരിക്കുമല്ലേ. വോട്ട് സ്പ്ലിറ്റ് ആവരുതല്ലോ. ബോബിനൊക്കെ വോട്ട് കിട്ടത്തില്ല. നമ്മ പയ്യന് വോട്ട് കിട്ടത്തില്ലേ? ബോബെ കേറ് മോനെ, കേറ്. ബോബെ മെറ്റ അടിക്കല്ലേ, കേറ്. എടാ അത് സ്പ്ലിറ്റ് ആവൂടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിലെ യുവത്വത്തിനെ നമ്മളെ ബോബിന്റെ BVK കൈയെടുത്തു കഴിഞ്ഞാൽ
ഒരു 19 വോട്ട് അങ്ങോട്ട് പോത്തില്ലേ? ആ 50 വോട്ട് പിന്നെ ബോബ് ജയിച്ചു കഴിഞ്ഞാലല്ല ഞാനിപ്പോ ഇപ്പൊ ഒന്ന് ആലോചിച്ചോ, യൂത്തിനെ ജയിപ്പിച്ചുവിടുന്ന കാലഘട്ടമാണ് ഇത്. ഇപ്പൊ ബോബിനെ ഇല്ല അത് അങ്ങനെ ഒരു സാധനം. ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോബിന്റെ പാർട്ടിയിൽ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മേയർ ആവും, ബോബ് ആഭ്യന്തരം എടുക്കും. എന്തോ കേട്ടില്ല. ഇല്ലില്ല ബോബ് അങ്ങനെ അത്തരത്തിനല്ലടാ ബോബ്. എടാ ബോബേ ബോബേ കണ്ണാപ്പി പറയുന്നത് നീ ഒരു ഊമ്പനാന്ന്, നിന്നെ വിശ്വസിക്കരുതെന്ന്. അല്ലേ പിന്നെ മറ്റേ അതിനു മുമ്പ് ഡോക്യുമെന്റ് എഴുതണം കേട്ടോ ബോബേ. ആ ഡോക്യുമെന്റ് എഴുതുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ അലയൻസ് ആയിട്ട് മേയർ സ്ഥാനം എനിക്ക് തന്നെ കിട്ടുമെന്നുള്ള സാധനം മനസ്സിലായോ? അല്ലല്ല വാക്കല്ല വി വിൽ മേക്ക് ഇറ്റ് ഇൻ ഡോക്യുമെന്റ് ബോബേ. ആ അങ്ങനെ വിശ്വാസമില്ല, കണ്ണന്റെ സ്വന്തം സുഹൃത്ത് വരെ പറഞ്ഞത് നീ ഊമ്പനാന്നാ. എന്റെ സുഹൃത്ത് പറഞ്ഞാലും ചേട്ടൻ പറയൂല. ഇല്ല അത് പറയത്തില്ല ബോബേ. ബോബേ കേറ് മോനെ. എവിടെ പോന്നെ കേറ്. എടാ താൻ ഈ ഒറ്റയ്ക്ക് ഈ ലോക്കും ചെയ്ത് വെച്ചിട്ട് എന്ത് വേണം ഇത് കാണിക്കുന്നത്? ഇവിടെ ഒന്ന് എല്ല് മാറ്റടോ. ഓ പോവേ നീ അക്രമകാരി. എടാ അതെന്തുവാടാ, അത് മാക്കാച്ചി കുത്താനാന്നോ? അലിവിന് ചേച്ചി എന്തൊരു പറ്റി? ഇത് ഇങ്ങനെ സ്പാം ആക്കല്ലേടി, ഇങ്ങനെ സ്പാം ആക്കല്ലേ. നീ മണിയനെ ഇങ്ങോട്ട് വരണ്ട, നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞപ്പോ ഇറങ്ങും, എന്നിട്ട് വരാം. നമുക്ക് ഓഫ് ഡ്യൂട്ടി എടുക്കാൻ പോയി ഇപ്പോഴേ. എന്നാ പിന്നെ ഓഫ് ഡ്യൂട്ടി എടുക്കുക, ഹോസ്പിറ്റലിൽ പോ. എടാ ഈ ഇലക്ഷൻ പ്രചാരണവും ഇതൊക്കെ ആരാ കൊണ്ടുവന്നേ? ചേട്ടൻ ഇതൊക്കെ ഓരോ രാഷ്ട്രീയ ടാക്ടിക്സ് അല്ലേ മന്നെ? ആൾക്കാരെ വഴിതെറ്റിച്ചൂടെ? ഞാൻ മുതുക്കി ചോദിച്ചപ്പോഴത്തേക്ക് വോട്ട് മൊത്തം ഇപ്രാവശ്യം BVK എന്നാ പറഞ്ഞത്. അണ്ണൂര് എന്തുമായിരിക്കും അണ്ണൂര് സീറ്റ് കിട്ടുന്നേ? എടാ കിട്ടട്ടാ, എവിടുന്നേലും കിട്ടുമായിരിക്കും. അണ്ണൂര് വേണേ ബോബ് മേയറായിട്ട് ഒരു കസേര മേടിച്ചു തരും വേണേ. വേണ്ട കുഴപ്പമില്ല. നമ്മള് പെൺപിള്ളേരുടെ വായിന്ന് മറ്റേ ജർമ്മൻ പട്ടിന്നും പന്തക്കിളിയും ഒന്നും കേട്ടിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല അവളെ ഒന്നും ബ്രേക്കപ്പ് ആക്കാന് ഇട്ടിട്ട് പോകാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനല്ലേ പോന്നേതോ? എവിടെ പോന്നേ? നീ ഗാങ് ഹൗസിന് വണ്ടി ഉണ്ടായിരുന്നോ? എടാ ഇതെന്തൊരു കോലവാടാ ഇത്. ഇതിനെ കാര്യം അടിച്ച് കേറ്റാവോ എന്റെ പൊന്നെ മാപ്പിള? മറ്റേ എടാ കേറിപ്പിടി ഞാൻ ലിഫ്റ്റ് അല്ല കേറി കഴിഞ്ഞൊരു ചോദ്യം ചോദിക്കാം. അല്ല എടാ നിങ്ങള് ബോബിനെ ആരെങ്കിലും കേറി പിടിക്കേ? എടാ ഒന്ന് കേറ പിടിക്കട ആരേലും ഒന്ന്. ഇത് വല്ലാത്ത കഷ്ടമാണ്. ബോബി എന്നെ കേറി പിടി. ഒരു ചോദ്യം ചോദിക്കട്ടെ? ഇലക്ഷൻ വന്നെന്ന് വിചാരിക്കുക, നീ ബോബിന്റെ ബിവിക്ക് കുത്തുവോ അതോ ജോക്കിയുടെ JDF-ന് കുത്തുവോ? സംശയം എന്താ? ബോബിന് കുത്തും. ജോക്കി എന്റെ പൊന്നെ പാപ്പ ആകെ 19 പേര് പറഞ്ഞത് BVK കുത്തുന്നാണ് പറയുന്നത്. കാരണം ഇപ്പൊ പ്രകടനം നടത്തുന്നില്ല അണ്ണു എന്തെങ്കിലും. അതുമല്ല, അണ്ണു പ്രകടനം നടത്താത്തന്നെയല്ല, അണ്ണു വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഇവനെ കയറ്റി. ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എടാ ഞാൻ പറഞ്ഞാൽ മാത്രമേ ഈ സിറ്റിയിൽ ഇലക്ഷൻ വരുത്തുള്ളൂ, മനസ്സിലായോ?
അതെങ്ങനെയാണ് അത് ശരിയാവും? അവന് മേയറിന് സ്ഥാനം കിട്ടി കഴിഞ്ഞിട്ട് എടേ അവന് മേയർ ആവണ്ടാന്ന് എന്തൊരു കഷ്ടമാണ് പോയി. ഇല്ലല്ലോ എനിക്ക് അധികാരമോഹം ഇല്ല. അവന്റെ സംസാരം കേട്ടാൽ എടാ നീ തന്തയില്ലാത്തരം കാണിച്ചു കഴിഞ്ഞാലും ബോബ് തന്തയില്ലാത്തരം കാണിക്കത്തില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇതൊക്കെ സ്ഥാനം കിട്ടുന്നവരെ ഉള്ളു. സ്ഥാനം കിട്ടുന്നവരെ രാഷ്ട്രീയക്കാരിങ്ങനെയാണോ? സ്ഥാനം കിട്ടുന്നവരെ പല വാഗ്ദാനങ്ങളാ കിട്ടി. എടാ ബോബേ അണ്ണോ 365 465 എത്ര? 865. അത് ആലോചിക്കാൻ തന്നെ അവന് അരമണിക്കൂർ വേണം. സോ ഇവനാണ് ഈ മേയറായിട്ട് ഈ സിറ്റിയിലെ അണ്ണു പറ എന്തുവാ 865. ഞാനിതൊന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായോ? ഇപ്പൊ സെയിം ക്വാളിഫിക്കേഷൻ ആണല്ലോ രണ്ടുപേരും. വ്യത്യാസമൊന്നും ഇല്ല. അല്ല വേറൊരു പ്രശ്നമുണ്ട്. ആഭ്യന്തരം കൈ കിട്ടി കഴിഞ്ഞാൽ പരസ്പരം അണ്ടർ കൺട്രോൾ. പിന്നെ പുള്ളികളെ ജസ്റ്റ് ഒന്ന് ആള് മാറിയൊരു വെടി മേയറിന്റെ പദവി കിട്ടുമ്പോഴത്തേക്ക് അത് കളഞ്ഞിട്ട് ആള് തൂപ്പുകാരന്റെ പദവി എടുക്കാൻ പോവോ? അത് തന്നെ പോവും ചെയ്യൂ. എടാ ഇവനൊന്നും എനിക്കൊരു എതിരാളിയേ അല്ല. മാറിയിട്ട് വരാ ജോക്കി. അകത്തോട്ട് ഇങ്ങോട്ട്. BDF നമ്മുടെ ചിഹ്നം ഏതാണ്? BDF എടാ ബോബേ കാര്യം പറയട്ടെ. ബോബേ PL 21. ഇനി ഇറങ്ങുമോ? ഞാൻ കയറിയിരിക്കുന്നില്ല. ഞാൻ കുറച്ച് റിയാക്ട് ചെയ്യാൻ പോകുന്നു.